മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ നിയമാവർത്തനം 6:12 നമുക്ക് ധ്യാനിക്കാം. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 6 വേഴ്സ് 12. നിങ്ങളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്നും കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. ഒരിക്കൽ സുപ്രസിദ്ധ സാഹിത്യകാരനായ ലൂയി വാലസ് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സീറ്റിൽ എതിർവശത്താണ് പ്രസിദ്ധ നിരീശ്വരവാദിയായിരുന്ന റോബർട്ട് ഇംഗർസോൺ ഇരുന്നത്. വളരെ പ്രസിദ്ധരായ രണ്ടുപേരും ആദ്യമായിട്ടാണ് പരസ്പരം കാണുന്നത്. ഇംഗർസോൾ ലൂയിയോട് പറഞ്ഞു, നിങ്ങൾ കീർത്തി കേട്ട സാഹിത്യകാരനല്ലേ? ഈശോയുടെ അസ്തിത്വം നിഷേധിച്ചു, ക്രിസ്തുവിന്റെ പഠനങ്ങൾ അബദ്ധ ജടിലമെന്ന് സ്ഥാപിച്ചും നിങ്ങൾക്ക് ക്രൈസ്തവ വിശ്വാസം ഹനിക്കുന്ന രീതിയിൽ ഒരു ഗ്രന്ഥം എഴുതരുതോ? ഞാൻ ഉറപ്പു തരുന്നു, ആ പുസ്തകം വിശ്വസാഹിത്യത്തിൽ ഒരമൂല്യ ഗ്രന്ഥമായിരിക്കും. റോബർട്ട് ഇംഗർസോണിന്റെ വാക്കുകൾ ലൂയിയുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. എന്തുകൊണ്ട് തനിക്ക് ഇത്തരമൊരു ഗ്രന്ഥം എഴുതിക്കൂടാ? അദ്ദേഹം അതിനുവേണ്ടി നിരന്തര പഠനം ആരംഭിച്ചു. ഏകദേശം 4.5 വർഷത്തോളം നീണ്ട അന്വേഷണം. ഒടുവിൽ അദ്ദേഹം സത്യം കണ്ടെത്തിയ മട്ടിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഈശോയെ, നിന്നെ നിഷേധിക്കുവാൻ ഞാൻ ശ്രമിക്കുന്തോറും നീ എത്ര യാഥാർത്ഥ്യമെന്ന് ഞാൻ അനുഭവിച്ചറിയുന്നു. നിന്റെ ജീവിതം മിഥ്യയെന്ന് ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ അവ സത്യവും കൃത്യവുമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ജീവനുള്ള അങ്ങയെക്കുറിച്ച് എഴുതാൻ എന്റെ കരങ്ങളെ ഒരു ഉപകരണമാക്കണമേ. ഈ പ്രാർത്ഥനയോടെ അദ്ദേഹം പുസ്തകം എഴുതാൻ തുടങ്ങി. ആ പുസ്തകമാണ് അനേകരെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ ബെൻഹർ എന്ന കൃതി. സത്യം, സൗന്ദര്യം, നന്മ എന്നിവയുടെ അന്വേഷണമാണ് ദൈവാന്വേഷണം. എന്റെ കർത്താവിശ്വമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.